നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയ എന്നാൽ കേട്ട് പഴകിയ ഒരു തമാശയെക്കുറിച്ചാണ്. കഥാനായകൻ സ്ഥിരമാൾ തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധി അഥവാ പപ്പുമോൻ. വിഷയം തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രയോഗിക്കാൻ പോകുന്ന അണുബോംബ്. അതെ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി വോട്ട് മോഷ്ടിക്കുകയാണെന്നും അതിന്റെ തെളിവുകൾ അടങ്ങിയ ഒരു വലിയ ഭീകര അണുബോംബ് തന്റെ കയ്യിലുണ്ടെന്നും അതെങ്ങാനും പൊട്ടിച്ചാൽ പിന്നെ ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷനേ ഉണ്ടാകില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം. കേൾക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചമൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? പക്ഷേ 2014 മുതൽ ഈ വീരവാദങ്ങൾ കേട്ട് ചെവി തഴമ്പിച്ച സാധാരണക്കാരായ നമ്മൾക്ക് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. രാഹുൽജി 10 വർഷമായി കയ്യിൽ വെച്ചിരിക്കുന്ന ഈ ബോംബൊക്കെ എന്നാണൊന്ന് പൊട്ടിക്കുന്നത്? തുടർച്ചയായി 3 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടി നാണം കേട്ട് തോറ്റു. അമേഠി പോലുള്ള സ്വന്തം കോട്ടകൾ തകർന്ന് തരിപ്പണമായി. എന്നിട്ടും ഈ ബോംബ് മാത്രം പൊട്ടുന്നേയില്ല. ഒരുപക്ഷെ ഈ ബോംബ് പൊട്ടിക്കാൻ മറന്നുപോയത് കൊണ്ടാണോ നിങ്ങൾ ഭാവി പ്രധാനമന്ത്രി എന്ന പദവിയിൽ തന്നെ മുരടിച്ചു പോയത്? ഈ പുതിയ അണുബോംബ് ഭീഷണി വെറുമൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് വർഷങ്ങളായി നമ്മുടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പിന്തുടരുന്ന ഒരു രാഷ്ട്രീയ ശൈലിയുടെ ഭാഗമാണ്. പരാജയപ്പെടുമ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ മറ്റുള്ളവരുടെ തലയിലേക്ക് പഴി ചാരുക, യാഥാർത്ഥ്യ ബോധമില്ലാത്ത പ്രസ്താവനകൾ നടത്തുക, പൊള്ളയായ ഭീഷണികൾ മുഴക്കുക. നമുക്ക് ഈ വിഷയത്തെ മുൻകാല വിവാദങ്ങളുമായി ഒന്ന് ചേർത്ത് വായിക്കാം. രാഹുൽ ഗാന്ധിയുടെ ആരോപണം വളരെ ഗൗരവമുള്ളതാണ്. രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയുടെ നട്ടെല്ലായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷ്ടിക്കുന്നു. തെളിവുകൾ കയ്യിലുണ്ട്. കൊള്ളാം, ഒരു ജനാധിപത്യ വിശ്വാസിയായ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ അമരക്കാരനായ ഒരു നേതാവ് ചെയ്യേണ്ടത് എന്താണ്? ആ തെളിവുകൾ പരമോന്നത നീതിപീഠത്തിന് മുന്നിൽ പോയി സമർപ്പിക്കുക. ഒട്ടും വൈകിക്കാൻ പാടില്ല. നിയമപരമായി തന്നെ നേരിടുക. അല്ലാതെ എന്റെ കയ്യിൽ ബോംബുണ്ട് സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പോയി ഭീഷണി മുഴക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു കൊച്ചുകുട്ടി കളിപ്പാട്ടം കാണിച്ച് പേടിപ്പിക്കുന്നത് പോലെയുണ്ട് ഈ പ്രസ്താവന. അതെനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ അച്ഛനോടും അമ്മേനോടും പോയി പറയുകയെ. ഇതേപോലെ ഈ ടോണ് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പറച്ചിൽ കേട്ടിട്ട് തോന്നുന്നത്. ഇദ്ദേഹത്തിന്റെ വയസ്സ് എത്രയുണ്ട്? എത്ര എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു രാഷ്ട്രീയ മേഖലയിൽ? അതും ഒരു പ്രതിപക്ഷ നേതാവ്, ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്നൊരു ചുമതല, ആ ഒരു ഉത്തരവാദിത്തമെങ്കിലും അദ്ദേഹം ഓർമ്മിക്കണ്ടേ? ജനാധിപത്യം അപകടത്തിലാണെങ്കിൽ ആ അപകടം തടയാനുള്ള തെളിവ് കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ആരാണ്? അത് ചെയ്യുന്നതും ഒരുതരം കുറ്റകൃത്യമല്ലേ? ഈ ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് ഉത്തരമില്ല. കാരണം ഉത്തരം പറയലല്ല, ആരോപണം ഉന്നയിച്ച് കടന്നുപോകലാണ് അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലി. ഈ അണുബോംബ് കഥ കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഓർമ്മ 2019 പോകും. അന്ന് ഇതിലും വലിയൊരു ബോംബായിരുന്നു രാഹുലിന്റെ കയ്യിൽ. റഫാൽ യുദ്ധവിമാന ഇടപാട്, ചൗക്കിദാർ ചോർഹെ അഥവാ കാവൽക്കാരൻ കള്ളനാണ് എന്ന മുദ്രാവാക്യം രാജ്യത്തിന് ആകെ അലയടിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തിപരമായി അഴിമതി നടത്തിയെന്ന് അദ്ദേഹം ആണയിട്ട് പറഞ്ഞു. എന്നിട്ട് എന്തായി? തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 100 സീറ്റ് പോലും തികയ്ക്കാൻ പാടുപെട്ടു. റഫാൽ ആരോപണം ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്ന് ക്ലീൻ ചിറ്റ് ലഭിച്ച കേസിൽ കോടതിയെ തെറ്റായി ഉദ്ധരിച്ചതിന് രാഹുൽ ഗാന്ധിക്ക് നിരുപാധികം മാപ്പ് പറയേണ്ടി വന്നു. ഇതാരാണ് ഈ പറയുന്നത് എന്നുകൂടി നിങ്ങൾ ഓർമ്മിക്കണം. നമ്മുടെ മുമ്പിലൂടെ ഓരോന്നോരോന്ന് കടന്നു പോവുകയാണ്. ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്നും ക്ലീൻ ചിറ്റ് ലഭിച്ച കേസിൽ കോടതിയെ തെറ്റായി ഉദ്ധരിച്ചതിന് രാഹുൽ ഗാന്ധിക്ക് നിരുപാധികം മാപ്പ് പറയേണ്ടതായും വന്നു. അന്ന് പൊട്ടുമെന്ന് കരുതിയ റഫാൽ ബോംബ് ഒരു നനഞ്ഞ പടക്കമായി മാറി. എന്തായാലും ഈ പറയുന്നത് ആരാണെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത് വിട്. അതേ ഫോർമുലയുടെ തനിയാവർത്തനമാണ് ഇന്നും കാണുന്നത്. അന്ന് ലക്ഷ്യം പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിൽ ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചതിച്ചിട്ടാണ് നമുക്കൊന്നും വോട്ട് കിട്ടാത്തത്. കഥാപാത്രങ്ങൾ മാറുന്നു, തിരക്കഥ പഴയത് തന്നെ. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതം ഇത്തരം വിവാദ പ്രസ്താവനകളാൽ സമ്പന്നമാണ്. എന്നാൽ ഈ പ്രസ്താവനയിൽ വല്ല കഴമ്പുമുണ്ടോ? അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ദാരിദ്ര്യം എന്നത് ഒരു മാനസികാവസ്ഥയാണ്. പോവേർട്ടി ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന. കോടിക്കണക്കിന് പാവപ്പെട്ടവർ ഒരു നേരത്തെ ആഹാരത്തിനായി കഷ്ടപ്പെടുന്ന ഈ രാജ്യത്ത് അവരുടെ ദാരിദ്ര്യത്തെ ഒരു മാനസികാവസ്ഥ മാത്രമായി ചുരുക്കിയ ആ പ്രസ്താവന അദ്ദേഹത്തിന്റെ യാഥാർത്ഥ്യ ബോധമില്ലായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. ഒരു സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചു വീണ നേതാവിന് സാധാരണക്കാരന്റെ വേദന എത്രത്തോളം മനസ്സിലാകുമെന്ന ചോദ്യം അന്ന് ഒരുപാട് ഉയർന്നിരുന്നു. മറ്റൊരിക്കൽ വ്യവസായികളുടെ ഒരു സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം ദളിതരുടെ ഉന്നമനത്തിന് വ്യാഴത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി വേണമെന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ശാസ്ത്രവും സാമൂഹിക യാഥാർത്ഥ്യവും
ജനാധിപത്യവും കൂട്ടിക്കുഴച്ചുള്ള ആ പ്രയോഗം കിട്ട് ജനവന്തം വിട്ടു. ഇങ്ങേരെന്താ ഈ പറയുന്നേ എന്ന ഗൗരവമേറിയ വിഷയങ്ങളിൽ ലളിതമായി സമീപിക്കുന്നതിന് പകരം അർത്ഥമില്ലാത്ത ഗിമ്മിക്കുകൾ കാണിച്ച് സ്വയം പരിഹാസ്യരാകുന്ന കാഴ്ചയാണ് നമ്മൾ അന്ന് കണ്ടത്. ഈ അണുബോംബ് പ്രയോഗവും ആ ഗണത്തിൽപ്പെടുത്താവുന്ന ഒന്ന് തന്നെയാണ്. ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തെ ആക്രമിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് സ്വന്തം പാർട്ടിയുടെ പ്രധാനമന്ത്രിയെ പൊതുജന മധ്യത്തിൽ അപമാനിച്ച ചരിത്രവുമുണ്ട്. അതാണ് ഓർഡിനൻസ് കീറിക്കളഞ്ഞ ആ സംഭവം. 2013 കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPA സർക്കാർ കുറ്റവാളികളായ ജനപ്രതിനിധികളെ സംരക്ഷിക്കാൻ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു. അന്ന് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. എന്നാൽ പത്രസമ്മേളനത്തിനിടയിലേക്ക് ഒരു സിനിമയിലെ സൂപ്പർ ഹീറോയെ പോലെ ഇങ്ങനെ മാസായി കടന്നു വന്ന രാഹുൽ ഗാന്ധി ആ ഓർഡിനൻസിന്റെ കോപ്പി എല്ലാവരുടെയും മുന്നിലിട്ട് തുണ്ടം തുണ്ടമായി വലിച്ചു കീറി എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതൊരു വലിയ അസംബന്ധമാണ്, നമ്മൾ വലിച്ചെറിയണമെന്ന്. സ്വന്തം പാർട്ടി ഭരിക്കുമ്പോൾ സ്വന്തം പ്രധാനമന്ത്രിയുടെ തീരുമാനത്തെ ഒരു കൂടിയാലോചനയും ഇല്ലാതെ പരസ്യമായി തള്ളിക്കളഞ്ഞ ആ സംഭവം രാഹുൽ ഗാന്ധിയുടെ പക്വതയില്ലായ്മയും അരാജകത്വ മനോഭാവവും തുറന്നു കാട്ടി. അന്ന് അദ്ദേഹം തകർത്തത് ഒരു ഓർഡിനൻസ് മാത്രമല്ല, പ്രധാനമന്ത്രി എന്ന പദവിയുടെ വില കൂടിയായിരുന്നു. അങ്ങനെ സ്വന്തം പ്രധാനമന്ത്രിയെ പോലും അപമാനിക്കാൻ മടിക്കാത്ത ഒരാൾക്ക്, അതിനുള്ള ബോധം പോലും ഇല്ലാത്ത പപ്പുമോന് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ആക്രമിക്കാൻ യാതൊരു മടിയും ഉണ്ടാകില്ല. എന്താണ് പറയുന്നത് എന്നൊരു കുറച്ചെങ്കിലും ബോധമോ യുക്തിയൊക്കെ ഉണ്ടെങ്കിലല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇതേ ശൈലി പാർട്ടിക്കകത്തും കാണാം. പാർട്ടിയിൽ തിരുത്തൽ വേണമെന്നാവശ്യപ്പെട്ട് കത്തെഴുതിയ G23 എന്ന മുതിർന്ന നേതാക്കളുടെ സംഘത്തെ കോൺഗ്രസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നും നമ്മൾ കണ്ടതാണ്. ഉൾപാർട്ടി ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്നവർ തന്നെ തിരുത്തൽ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നു, പുറത്തുള്ള സ്ഥാപനങ്ങളെയും ആക്രമിക്കുന്നു, അകത്തുള്ളവരെയും ഒതുക്കുന്നു. ഈ പൊള്ളയായ വീരവാദങ്ങൾക്കെല്ലാം അടിസ്ഥാന കാരണം കോൺഗ്രസ് നേരിടുന്ന നേതൃത്വപരമായ ശൂന്യതയാണ്. 2019 പരാജയത്തിന് ശേഷം രാഹുൽ ഗാന്ധി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു, പിന്നെ തിരിച്ചു വന്നു. പക്ഷേ പാർട്ടിയുടെ റിമോട്ട് കൺട്രോൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ആയിരുന്നു. ഉത്തരവാദിത്തങ്ങളില്ലാത്ത അധികാരം, ഇതാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ അവസ്ഥ. പാർട്ടി നിർണായകമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ സുപ്രധാനമായ പാർലമെന്റ് സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ നേതാവ് എവിടെയായിരിക്കും? പലപ്പോഴും വിദേശത്തായിരിക്കും. അദ്ദേഹത്തിന്റെ അടിക്കടിയുള്ള വിദേശ യാത്രകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു സ്ഥിരം തമാശയാണ്. ഇതുകൊണ്ടാണ് അദ്ദേഹത്തിന് പാർട്ട് ടൈം പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ അവധിക്കാല രാഷ്ട്രീയക്കാരൻ എന്ന പേര് വരാൻ കാരണം. ഈ ഒരു ശൈലിക്ക് കാരണം കുടുംബഭാഷ തന്നെയാണ്. കഠിനാധ്വാനം ചെയ്ത് താഴെത്തട്ടിൽ നിന്നും ഉയർന്നു വരേണ്ട ഒരാൾക്ക് ഇത്തരം ഉഴപ്പുകൾ സാധ്യമല്ല. എന്നാൽ പാരമ്പര്യമായി ഇങ്ങനെ കിട്ടിയ സ്ഥാനമായതുകൊണ്ട് തന്നെ പാർട്ടിയോടോ ജനങ്ങളോടോ പൂർണ്ണമായി ഉത്തരവാദിത്തം കാണിക്കേണ്ടതില്ല. ഈ തോന്നൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ വ്യക്തമാണ്. ഇന്ത്യ എന്താണെന്നോ ഇന്ത്യയിലെ ജനങ്ങളുടെ അവസ്ഥ എന്താണെന്നോ അവർക്ക് വേണ്ടത് എന്താണെന്നോ ഇന്നേ വരെ തിരിച്ചറിയാത്തൊരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. പേരിൽ മാത്രം രാഷ്ട്രീയം, വെള്ളയും ഇട്ടതുകൊണ്ട് ആരും പൊതുപ്രവർത്തകനാകില്ലല്ലോ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, രാഹുൽ ഗാന്ധിയുടെ ഈ അണുബോംബ് പ്രസ്താവനയെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നാം കാണണം. ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ഒരു ഗൗരവമായ ആരോപണമല്ല, മറിച്ച് വരാനിരിക്കുന്ന പരാജയങ്ങൾക്ക് മുൻകൂർ ജാമ്യം എടുക്കാനും സ്വന്തം കഴിവുകേടുകൾ മറച്ചു വെക്കാനും അണികളുടെ ശ്രദ്ധ തിരിക്കാനുമുള്ള ഒരു വില കുറഞ്ഞ തന്ത്രം മാത്രമാണ്. റഫാൽ, ദാരിദ്ര്യം ഒരു മാനസികാവസ്ഥയാണ്, എസ്കേപ്പ് വെലോസിറ്റി, ഓർഡിനൻസ് കീറിയെറിയൽ, അടിക്കടിയുള്ള വിദേശയാത്രകൾ, ഈ വിവാദങ്ങളുടെ പട്ടികയിലെ ഏറ്റവും പുതിയ ഒരിനം മാത്രമാണ് ഈ അണുബോംബ്. കോൺഗ്രസ് പാർട്ടിക്ക് ശരിക്കും ഒരു ബോംബ് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ അത് പുറത്തല്ല പൊട്ടിക്കേണ്ടത്, പാർട്ടിക്കുള്ളിലെ കുടുംബവാഴ്ചയ്ക്കും കഴിവുകെട്ട ഉപദേശക സംഘത്തിനും യാഥാർത്ഥ്യ ബോധമില്ലാത്ത രാഷ്ട്രീയത്തിനും ഉൾപാർട്ടി ജനാധിപത്യമില്ലായ്മയ്ക്കുമെതിരെ ഒരു ആത്മവിമർശനത്തിന്റെ ബോംബാണ് അവർക്ക് വേണ്ടത്. അതിനവർ തയ്യാറാകുമോ? കാലം തെളിയിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വിഷയവുമായി വീണ്ടും കാണും വരെ നന്ദി.